24 ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പുഷ്പങ്ങളിൽ ഏറ്റവും ഈശ്വരാധീനം നിറഞ്ഞു തുളുമ്പുന്ന പുഷ്പമാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത്. ഒരു വീടായി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നട്ടു വളർത്തേണ്ട ആ വളർത്തുന്ന വീടിന് എല്ലാ ഐശ്വര്യവും ഈശ്വര ചൈതന്യവും ദാനം ചെയ്യുന്ന പുഷ്പമാണ് ശംഖുപുഷ്പം എന്ന് പറയുന്നത്. ശംഖുപുഷ്പം ഭൂമിയിലെ പുഷ്പമായിട്ടല്ല കണക്കാക്കുന്നത്. സാക്ഷാൽ ശുക്രാചാര്യർ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് നട്ട പുഷ്പമായിട്ടാണ്, ഒരു പുഷ്പ ചെടിയായിട്ടാണ് ശംഖുപുഷ്പ ചെടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏതൊരു വീട്ടിലാണോ വളർത്തുന്നത് ആ വീടിന് ഒരു പുഷ്പം അല്ലെങ്കിൽ ഈ ഒരു ചെടി എല്ലാ ഐശ്വര്യങ്ങളും ഈശ്വരാധീനവും സ്വർഗതുല്യമായ അനുഭവങ്ങളും പ്രദാനം ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ ശംഖുപുഷ്പം ഉണ്ടോ, നീലയോ വെള്ളയോ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈശ്വരാധീനം നിറഞ്ഞു തുളുമ്പുന്ന ശിവപ്രീതിയുള്ള ലക്ഷ്മി പ്രീതിയുള്ള വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത്. കാരണം ഇത് എല്ലാ വീട്ടിലും വളരത്തില്ല. എത്ര കൊണ്ടുവന്ന് വെച്ചാലും ചില വീടുകളിൽ ഇത് വളർന്നു കിട്ടില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ആ വീടിന് ഈശ്വരാധീനം കുറവുണ്ട് എന്നുള്ളതാണ്. ഈശ്വരാധീനം ഉള്ള വീടുകളിൽ മാത്രം വളരുന്ന പൂവാണ് ശംഖുപുഷ്പ പൂവ് എന്ന് പറയുന്നത്. അപ്പോൾ ശംഖുപുഷ്പം ഉള്ളവരൊക്കെ ഒന്ന് പറയുക, നിങ്ങളുടെ വീട്ടിൽ ശംഖുപുഷ്പം വളർത്തുന്നവർ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണം നിങ്ങളുടെ വീട്ടിൽ ചെയ്യുക. ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എത്ര പാവപ്പെട്ടവനാണ് എന്നുണ്ടെങ്കിലും ജീവിതത്തിൽ ഇനി എത്ര കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കുകയാണെങ്കിലും അതൊക്കെ തീർന്ന് ജീവിതം രക്ഷപ്പെടുന്നതായിരിക്കും, ആ വീട് രക്ഷപ്പെടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം മനസ്സിലാകാം ഈ ശംഖുപുഷ്പ ചെടി എവിടെയാണ് നട്ടു വളർത്തേണ്ടത്, ഏതാണ് ഈ ശംഖുപുഷ്പം വളർത്താൻ ഏറ്റവും നല്ല സ്ഥാനം എന്ന് പറയുന്നത്. ശംഖുപുഷ്പം വളർത്തുവാൻ ഏറ്റവും നല്ല ഒരു 3 സ്ഥാനങ്ങളാണ് പറയുന്നത്. ഈ 3 സ്ഥാനങ്ങളിൽ വളർത്തിയാൽ ആണ് ഏറ്റവും ഗുണം. ഒന്നാമത്തേത് വടക്ക് കിഴക്ക് ദിശയാണ്. രണ്ടാമത്തേത് നമ്മുടെ വീടിന്റെ വടക്ക് ഭാഗം എന്ന് പറയുന്നത്. നമ്മുടെ വീടിന്റെ വടക്കു കിഴക്കേ മൂല, ഈശാന കോൺ എന്നൊക്കെ പറയുന്ന ആ ഭാഗം ഇവിടെ നമ്മൾ വളർത്തുന്നത് സാമ്പത്തികപരമായിട്ട് വടക്കു കിഴക്കേ മൂലയ്ക്കും ശംഖുപുഷ്പം വളർത്തുന്നത് നമുക്ക് സാമ്പത്തിക ഉയർച്ച, ദാരിദ്ര്യ മോചനം കൊണ്ടുവരുന്നുവെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് തെക്ക് കിഴക്കേ മൂല, ലക്ഷ്മി വാസസ്ഥാനമാണ്. വീടിന്റെ തെക്കു കിഴക്കേ ചേരുന്ന മൂലയ്ക്ക് നട്ടു വളർത്തുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്ഥാനം. ഈ സ്ഥാനം ശംഖുപുഷ്പം നട്ടു വളർത്തി അത് വളർന്നു പൂവിട്ട് കഴിഞ്ഞാൽ അത് ഏറ്റവും ഭാഗ്യമാണ്. ആ വീട് രക്ഷപ്പെടും. അച്ചിട്ടായിട്ടുള്ള കാര്യമാണ്. ഏത് വീട്ടിലാണോ ഈ വടക്കു കിഴക്കേ മൂല അല്ലെങ്കിൽ തെക്ക് കിഴക്കേ മൂലയ്ക്ക് ശംഖുപുഷ്പം നിൽക്കുന്നത് ആ വീടുകളെല്ലാം രക്ഷപ്പെട്ട് ചരിത്രം മാത്രമേ ഉള്ളൂ. സാമ്പത്തിക തടസ്സങ്ങൾ നീങ്ങി, രോഗദുരിതങ്ങൾ ഒഴിഞ്ഞ്, സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടായി, സന്താന സൗഖ്യം ഉണ്ടായി ആ വീട് രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ളതാണ്. ശംഖുപുഷ്പവും മന്ദാരവും ഒറ്റമുട്ടിൽ നട്ടു വളർത്തുന്ന, അതായത് മന്ദാരം വളർത്തി മന്ദാരത്തിന്റെ കൂടെ ശംഖുപുഷ്പവും ചേർത്ത് വളർത്തുന്നത് മന്ദാരം അല്പം ഉയർന്നൊക്കെ വളരും, മരം പോലെയൊക്കെ ആകും. ആ മന്ദാരത്തോടൊപ്പം തന്നെ ശംഖുപുഷ്പവും ചേർത്ത് വളർത്തുന്നത്, ഇത് രണ്ടും ഒന്നിച്ച് ഒരു മൂട്ടിൽ നിൽക്കുന്നത് ഏറ്റവും ഐശ്വര്യമാണ്. അപ്പോൾ വീട്ടിൽ ശംഖുപുഷ്പം വളർത്തുന്നവർ ഉണ്ടെങ്കിൽ ശംഖുപുഷ്പത്തോടൊപ്പം തന്നെ മന്ദാരത്തിന്റെ തൈ കൂടി നട്ടു വളർത്തുക. നഴ്സറിയിലൊക്കെ പോയി കഴിഞ്ഞാൽ 20 രൂപയോ അല്ലെങ്കിൽ 30 രൂപയോ ഉള്ളൂ നമുക്കൊരു മന്ദാരം വാങ്ങിയെടുക്കുവാൻ. ശംഖുപുഷ്പവും മന്ദാരവും ഒന്നിച്ച് ഞാൻ ഈ പറഞ്ഞ വടക്കു കിഴക്ക് അല്ലെങ്കിൽ തെക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് വശം നട്ടു വളർത്തുക. ഇത് രണ്ടും ഒന്നിച്ച് വളർന്നു കഴിഞ്ഞാൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതോടൊപ്പം തന്നെ ഇതിനേക്കാൾ നല്ലൊരു വാസ്തു ചെയ്യാനില്ല എന്നുള്ളതാണ്. ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ശംഖുപുഷ്പം ശിവപ്രീതിക്ക് ഏറ്റവും ഉത്തമമാണ്. ശിവനച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവാണ് ശംഖുപുഷ്പം എന്ന് പറയുന്ന പൂവ്. വീട്ടിൽ ശിവക്ഷേത്രമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്ക് കത്തിച്ചു വെക്കുന്ന ഈ പറയുന്ന ശിവചിത്രം, ശിവഭഗവാന്റെ അല്ലെങ്കിൽ ശിവകുടുംബ ചിത്രം, അതുമല്ലെങ്കിൽ ശിവപാർവതിമാരുടെ ചിത്രം വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചിത്രത്തിന്റെ മുന്നിൽ എല്ലാ ദിവസവും മറക്കാതെ ശംഖുപുഷ്പ ചെടിയിൽ നിന്ന് ഒരു പൂവ് എടുത്ത് കൊണ്ടുവന്ന് മനോഹരമായിട്ട് ഭഗവാന്റെ പാദത്തിൽ വെക്കുന്നതായിട്ട് സമർപ്പിച്ച് ആ പൂവ് ഭഗവാന്റെ ചിത്രത്തിന് മുന്നിൽ വെച്ച് വിളക്ക് തെളിയിക്കുക. സകല ദുഃഖ ദുരിതങ്ങളും തീരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഭഗവാൻ നിങ്ങൾക്ക് നടത്തി തരും. ഭഗവാൻ നിങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് സർവ്വ അനുഗ്രഹങ്ങളും നൽകുന്നത് ആയിരിക്കും. അപ്പോൾ വീട്ടിൽ ശിവചിത്രമുള്ളവർ, വിളക്ക് വെക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ചെയ്യൂ. വലിയ മാറ്റങ്ങൾ അനുഭവിച്ചറിയാം. ഇനി സ്ത്രീകളോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ശനിയാഴ്ച ദിവസം ഉണ്ടല്ലോ, എല്ലാ ശനിയാഴ്ചയും കുളിച്ച് ശുദ്ധി
വൃത്തിയായി വന്ന് സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുന്ന അതിനു മുൻപ് തന്നെ ശംഖുപുഷ്പപ്പൂവ് എടുത്ത് നിങ്ങളുടെ മുടിയിൽ ചൂടുക. ചൂടിക്കൊണ്ട് ആ മുടിയിൽ ചൂടിയ ശംഖുപുഷ്പത്തോടൊപ്പം പോയി നിലവിളക്ക് തെളിയിക്കുക. ഏറ്റവും നല്ലതാണ്. ആ വീട്ടിൽ ഗൃഹനാഥ അല്ലെങ്കിൽ കുടുംബിനി സ്ത്രീ ഇത് ചെയ്യാമെന്നുണ്ടെങ്കിൽ ആ വീടിനും വീട്ടിലുള്ളവർക്കും ഗൃഹനാഥനും കുഞ്ഞുങ്ങൾക്കും എല്ലാം അതിന്റെ ഗുണം കിട്ടും. ഐശ്വര്യം നിറഞ്ഞു തുളുമ്പുന്നതുമായിരിക്കും. ഒരുപാട് സ്ത്രീകൾ ഇത് ചെയ്യാറുണ്ട്. ശനിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യുന്നത് 100 ഇരട്ടി ഫലം കൊണ്ടുവരുന്ന കാര്യമാണ്. അപ്പോൾ ഇനി ശനിയാഴ്ച വിളക്ക് കത്തിക്കുവാൻ പോകുമ്പോൾ ഒന്ന് ഓർക്കുക, വീട്ടിൽ ശംഖുപുഷ്പം നിൽപ്പുണ്ടോ എന്നുള്ളത്. ഉണ്ടെങ്കിൽ ഒരു പൂവെടുത്ത് നെറുകയിൽ ചൂടി, പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാതിലൊന്ന് ചൂടിക്കൊണ്ട് മനോഹരമായിട്ട് ആ നിലവിളക്ക് കത്തിക്കൂ. ശിവമയം അല്ലെങ്കിൽ ശിവഭഗവാന്റെ അനുഗ്രഹം ആ വീട്ടിൽ വന്ന് നിറയുന്നതുമായിരിക്കും. ആ വീട് തന്നെ രക്ഷപ്പെടുന്നതായിരിക്കും. സ്ത്രീകൾ പ്രത്യേകം ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇതാണ് 3ാമത്തെ കാര്യം. ഇനി 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് ശംഖുപുഷ്പം നല്ല വളർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു വീടാണ് നിങ്ങളുടെ വീട് എന്നുണ്ടെങ്കിൽ കുറച്ച് ശംഖുപുഷ്പ പൂക്കൾ ഒരു വാഴയിലോ അല്ലെങ്കിൽ ഒരു പൂജാ താലത്തിലോ ഇറുത്തിട്ടുകൊണ്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോയി നൽകുക. മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴോ ഇത് ചെയ്താൽ മതി. കുറച്ച് കൂടുതൽ പൂക്കൾ പിടിച്ചു നിൽക്കുന്ന ഒരു ദിവസം, ആ ദിവസം ചെടി കൂടുതൽ പൂവിട്ട് നിൽക്കുന്ന ആ ഒരു ദിവസം ഒരു കൂടയിലോ ഇലയിലോ കുറെ ശംഖുപുഷ്പങ്ങൾ പിടിച്ചു നിൽക്കുന്നതൊക്കെ ശംഖുപുഷ്പ പൂക്കൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോയി നൽകുക. ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോയി നൽകിയിട്ട് അവിടുത്തെ തിരുമേനിയോട് പറയണം ആയുർസൂക്ത പുഷ്പാഞ്ജലി. എന്താണ് ആയുർസൂക്ത പുഷ്പാഞ്ജലി ചെയ്യണമെന്ന്? എന്താണ് ആയുർസൂക്ത പുഷ്പാഞ്ജലി? ഈ പുഷ്പാഞ്ജലി നടത്തി തരാൻ പറയണം. അപ്പോൾ ആയുസൂക്ത പുഷ്പാഞ്ജലി നിങ്ങളുടെ പേരിലും നാളിലും അല്ലെങ്കിൽ നിങ്ങൾ ആർക്കു വേണ്ടിയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ പേരും നാളും പറഞ്ഞു കൊടുത്ത് നടത്തി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ദീർഘായുസ് ഉണ്ടാകും. ആയുരാരോഗ്യ സൗഖ്യവും ജീവിത വിജയവും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കാര്യം ചെയ്യണം. ഈ മാസം ഒരാൾക്ക് വേണ്ടി ചെയ്യുക, അടുത്ത മാസം മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുക. അങ്ങനെ ഒരു വീട്ടിലെ എല്ലാ അംഗങ്ങൾക്ക് വേണ്ടിയും ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ പല ദിവസങ്ങളിലായിട്ട് എല്ലാ ദിവസവും ഒത്തിരി പൂക്കൾ ഉള്ളവരാണെങ്കിൽ ഒരാഴ്ച കൊണ്ടുവേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്തു തീർക്കാം. പക്ഷേ എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടാവണമെന്നില്ല. അപ്പം ഒരുപാട് പൂക്കൾ പിടിച്ചു നിൽപ്പുണ്ട്, വലിയ ശംഖുപുഷ്പ ചെടി അങ്ങനെയുള്ളവർ ഉണ്ടോ? ഇവിടെ ഇത് കേൾക്കുന്നുണ്ടോ? അങ്ങനെ നിങ്ങളുടെ ആരെങ്കിലും വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. അപ്പോൾ അത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ശംഖുപുഷ്പ പൂ പറിച്ചു കൊണ്ടുപോയി ക്ഷേത്രത്തിൽ കൊടുത്ത് ആയുസൂക്ത പുഷ്പാഞ്ജലി തിരുമേനിയുടെ അടുത്ത് പറയണം. തിരുമേനി, എനിക്ക് ആയുസൂക്ത പുഷ്പാഞ്ജലി ഈ ശംഖുപുഷ്പം വെച്ച് ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ മതി. അദ്ദേഹം അതിനുള്ള മന്ത്രോച്ചാരണങ്ങളും ഇതിനുള്ള അർപ്പണവും ഒക്കെ നടത്തി ഏറ്റവും മനോഹരമായിട്ട് പുഷ്പാഞ്ജലി കഴിപ്പിച്ച് ആ പ്രസാദം നിങ്ങൾക്ക് തരും. ആരുടെ പേരിലും ആളുടെ പേരും നാളും രസീത് എഴുതി ഇത് കഴിപ്പിക്കുക. അപ്പോൾ എല്ലാവരുടെ ദോഷങ്ങളും മാറിക്കിട്ടട്ടെ, ധനപരമായിട്ടുള്ള ദോഷങ്ങളൊക്കെ ഇല്ലാതാകട്ടെ. അപ്പോൾ എല്ലാവരുടെ ജീവിതവും വിജയത്തിലേക്ക് എത്തട്ടെ. എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എൻ്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നന്ദി, നമസ്കാരം.